അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിവിടെ പറയാൻ പോകുന്നത് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ പൂർണ്ണ രൂപത്തെ പറ്റിയാണ്. പെരുന്നാൾ ദിവസത്തിൽ രാവിലെ കുളിച്ചുകൊണ്ട് പുതുവസ്ത്രം ധരിച്ചാണ് നാം പള്ളിയിലേക്ക് പോകേണ്ടത്. അതല്ല, ഒരാളുടെ കയ്യിൽ പുതുവസ്ത്രം വാങ്ങാനുള്ള സമ്പത്തില്ലെങ്കിൽ അയാളുടെ കയ്യിലുള്ള വസ്ത്രത്തിൽ ഏറ്റവും മുന്തിയ വസ്ത്രമാണ് അയാൾ ധരിക്കേണ്ടത്. പെരുന്നാൾ നമസ്കാരം 2 റക്അത്താണ്. നാം വീട്ടിൽ വെച്ചാണ് പെരുന്നാൾ നമസ്കരിക്കുന്നതെങ്കിൽ ഖുതുബ ഓതേണ്ടതില്ല. പുരുഷന്മാരുണ്ടെങ്കിൽ പുരുഷന്മാരെ ഇമാമാക്കി നിർത്തി വേണം നിസ്കരിക്കാൻ. അതല്ല, പുരുഷന്മാർക്ക് ഇമാമാക്കിക്കൊണ്ട് സ്ത്രീകൾ ഇമാം നിൽക്കരുത്. പള്ളിയിലാണെങ്കിലും ഈദ്ഗാഹിലാണെങ്കിലും പെരുന്നാൾ നമസ്കാരം 2 റക്അത്താണ്. അതിന് മുൻപോ പിൻപോ 2 റക്അത്ത് സുന്നത്തില്ല. ഈദ് നമസ്കാരം പള്ളിയിൽ വെച്ചാണെങ്കിൽ പള്ളിയിൽ പ്രവേശിച്ചാലുള്ള തഹിയ്യത്ത് നിസ്കാരം നിസ്കരിക്കാവുന്നതാണ്. പെരുന്നാൾ നമസ്കാരത്തിൽ 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീറും 2-ാമത്തെ റക്അത്തിൽ 5 തക്ബീറുമാണ് ഉള്ളത്. ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് 1-ാമത്തെ റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയതിന് ശേഷം 7 തക്ബീർ വേണം. എന്നാൽ 1-ാമത്തെ തക്ബീർ അടക്കം 7 തക്ബീർ മതി എന്നും ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇത് രണ്ടും 2 രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീറിന് ശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതിനുശേഷം സൂറത്തുൽ ഖാഫ് മനപ്പാടമുണ്ടെങ്കിൽ ഓതുക, അതല്ലെങ്കിൽ സൂറത്തുൽ അഅല ഓതുക. 1-ാമത്തെ റക്അത്തിൽ അവസാന സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു അല്ലാഹു അക്ബർ കൂടാതെ 5 തക്ബീറാണ് വേണ്ടത്. അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഓതുക. അതിനുശേഷം സൂറത്തുൽ ഖമർ ഓതുക, അതല്ലെങ്കിൽ സൂറത്തുൽ ആഷിയ ഓതുക. ഒരാൾ ആദ്യ തക്ബീറിൽ തന്നെ മറന്നുപോയിക്കൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ അയാൾ പിന്നെയുള്ള തക്ബീർ കെട്ടേണ്ടതില്ല. നിസ്കാരത്തിൻ്റെ അവസാനം സഹ്വിൻ്റെ സുജൂദും ചെയ്യേണ്ടതില്ല. കൂട്ടുകാരെ, പെരുന്നാൾ ദിനത്തിൽ നാം കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും വീട്ടിൽ പോവുക. ഇത്തരം കാര്യങ്ങളാണ് പെരുന്നാൾ നമസ്കാരത്തിൻ്റെ പറ്റിയും പെരുന്നാൾ ദിവസത്തിനെ പറ്റിയും എനിക്ക് പറയാനുള്ളത്. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.